ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എയിം സ്റ്റഡി സെന്ററിന്റെ റാപ്പിഡ് ഫയർ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ, കുറച്ച് സമയം കൂടുതൽ ചോദ്യങ്ങൾ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. LPUP ആണെങ്കിലും കേഡറ്റ് ആണെങ്കിലും നിർബന്ധമായും ചോദിക്കുന്ന ഒന്നാണ് സൈക്കോളജി, അല്ലെ? അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയ സൈക്കോളജിയിൽ നിന്നുള്ള 30 ചോദ്യങ്ങൾ മിനിറ്റുകൾ കൊണ്ട് പഠിച്ചാലോ? കേഡറ്റിന്റെയും LPUPയുടെയും പുതിയ ബാച്ച് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9446537080 നമ്മൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ റാപ്പിഡ് സെഷനിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, മോഹഭംഗങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിന് മനസ്സ് ചില സമായോജന തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ ഒരു സമായോജന തന്ത്രം ഏതാണ് എന്നാണ്. സഹതാപം, സഹാനുഭൂതി, പ്രക്ഷേപണം, ദയ. ഏതാണ്? പ്രക്ഷേപണമാണ്, അല്ലെ? പ്രക്ഷേപണം. നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അതിൽ നിന്നും മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് തന്നെ കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അതിലൊന്നാണ് ഇത് പ്രക്ഷേപണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങളിലൂടെ തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? എന്താണ്? ഒരു ഭാഗത്തുള്ള ഫെയിലിയർ മറ്റൊരു ഭാഗത്തുള്ള നല്ലൊരു പെർഫോമൻസിലൂടെ നേടിയെടുത്തു കഴിഞ്ഞാൽ അത് ഏതാണ്? അനുപൂരണം. ഏതാണ്? അനുപൂരണമാണ്. അടുത്ത ചോദ്യം, കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിൽ നിന്നും കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ, തുണികൾ എന്നിവ നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമാണ്? ഒരുപാട് തവണ കേട്ടിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെ? ഏതാണത്? ഉദാത്തീകരണം. സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതികളിലൂടെ സോഷ്യലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മറികടന്ന് നമ്മൾ എത്തിക്കുന്ന രീതി, അല്ലെ? അതാണ് ഇത് ഉദാത്തീകരണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ക്ലാസ്സിൽ ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ളപൂശി മനോഹരമാക്കാനും ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്ന് മാത്രമല്ല, വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് അധ്യാപക ഉപയോഗപ്പെടുത്തിയത്? ഏതാണ്? ഉദാത്തീകരണമാണ്, അല്ലെ? സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ എന്നുള്ളത് മാത്രം ഈ ഉദാത്തീകരണത്തിന് ഓർത്തിരുന്നാൽ മതിയാവും കേട്ടോ. അടുത്ത ചോദ്യം, ഫ്രോയിഡിന്റെ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകളും നാക്കുളുക്കലുകളും, അല്ലെ, ഏതിന് ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്? അത് ദമനമാണ്, അല്ലെ? ദമനമാണ്. അതായത് നമുക്ക് സങ്കടം ഉളവാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മോശമായ അനുഭവങ്ങൾ നമ്മുടെ അബോധ മനസ്സിലേക്ക് അടിച്ചമർത്തപ്പെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദമനം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം, അല്ലെ? പ്രക്ഷേപണം എന്ന് വെച്ചാൽ എന്താ? നമുക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് പ്രൊജക്ട് ചെയ്യാണ് നമ്മളവിടെ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അത് ഏതാണ് അതിന് യോജിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അല്ലേ? അപ്പൊ ഏതാണത്? അപ്പൊ പീഡനാനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുക ഏതാണെന്ന് പറഞ്ഞു? അത് ദമനമാണ്. സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾ മറ്റു കാരണങ്ങൾ കണ്ടെത്തുകയാണ് ഏതെന്ന് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന പ്രക്ഷേപണം എന്നത് വരുന്നത്. ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നത് ഏതാണ്? അത് യുക്തീകരണം, റാഷണലൈസേഷൻ ആണ്, അല്ലെ? സമായോജനം എന്നതിന്റെ ഏറ്റവും ശരിയായ വിശദീകരണം, സമായോജനം എന്നതിന്റെ ഏറ്റവും ശരിയായ വിശദീകരണം ഏതാണ്? സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമായി സുഖകരമായ ബന്ധം സ്ഥാപിക്കാനുള്ള മനസ്സിന്റെ ശ്രമമാണ് ഇത് സമായോജനം. താഴെ പറയുന്നവയിൽ അപസമായോജനം, മാൽ അഡ്ജസ്റ്റ്മെന്റ് സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? പിരിമുറുക്കം നിറഞ്ഞ സാഹചര്യങ്ങൾ, അയവില്ലായ്മ, സാമൂഹിക പരിസ്ഥിതികൾ, ആവശ്യ പൂർത്തീകരണത്തിൽ വന്നു ചേരുന്ന തടസ്സങ്ങൾ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്, അല്ലെ? അപ്പൊ ഏതാ വരിക? ഇവയെല്ലാം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, സമായോജന ക്രിയാതന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നവരും പ്രധാനമായും മനസ്സിന്റെ ഏത് തലത്തിൽ നിന്നാണ്? ഏത് തലത്തിൽ നിന്നാണ്? അബോധ മനസ്സിൽ നിന്നാണ്. ഏതാണ്? അബോധ മനസ്സ്. അടുത്ത ചോദ്യം, കുട്ടികളിൽ ശരിയായ സമായോജനം നടത്തിയെടുക്കാൻ ക്ലാസ് മുറികളിൽ അധ്യാപകന് ചെയ്യാനാവുന്നത് എന്താണ് എന്നാണ്? തനതായ ആവശ്യ പൂർത്തീകരണം കുട്ടികളെ സഹായിക്കുക, അധ്യാപകൻ സ്വയം മാതൃകയായി മുന്നോട്ട് വരിക, കുട്ടികളെ അവരുടെ കഴിവിൽ അഭിനന്ദിക്കുകയും ആത്മവിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഏതാണ് ഉത്തരം വരിക? എല്ലാം വരുന്നുണ്ട്, അല്ലെ? അപ്പൊ മേൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം, അപസമായോജനം കാരണം കുട്ടികളിൽ കണ്ടുവരുന്ന പ്രത്യാഘാതങ്ങളാണ് സാഹചര്യങ്ങളോടുള്ള അതിസംവേദനവും, ഓവർ സെൻസിറ്റിവിറ്റി, അതിരു കവിഞ്ഞ പ്രതിക്രിയകളും, അതായത് എക്സ്ട്രീം റിയാക്ഷൻസ്, ആകാംക്ഷ, ഉത്കണ്ഠ, ഭയം, പഠനത്തിലെ ശ്രദ്ധക്കുറവ്, തുടർച്ചയായുള്ള പരാജയം. ഏതാണ്? ഇവയെല്ലാം എന്നുള്ളതാണ്, അല്ലെ? 12ാമത്തെ ചോദ്യം, കൈയക്ഷരം മോശമായതിന് പേനയെയും മുഖം വികൃതമായതിന് കണ്ണാടിയെയും കുറ്റം പറയുന്ന കുട്ടി സ്വീകരിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? ഏതാണ്? അത് പ്രക്ഷേപണമാണ്, അല്ലെ? അത് പ്രക്ഷേപണമാണ്. നമ്മുടെ LPUPയുടെ ലോങ് ടേം മെന്റർഷിപ്പ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി.
ഓക്കെ, അടുത്ത ചോദ്യം, നിരാശയോട് വ്യക്തി പൊരുത്തപ്പെടുന്നതിന് അതിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ്. മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അത് കിട്ടാതെ വരുമ്പോൾ അയാൾ പറയുന്നത് തമ്മിൽ ഭേദം ഇപ്പോഴത്തെ ജോലി തന്നെയാണ് എന്നുള്ളതാണ്. അതേതാണ്? പുളിമുന്തിരിയാണ്. ഓക്കെ, റാഷണലൈസേഷൻ തന്നെ നമ്മൾ എന്താണ്, മധുര നാരങ്ങ, പുളിമുന്തിരി എന്ന് 2 ടൈപ്പ് പറയാറുണ്ട് അല്ലെ. അതിൽ പുളിമുന്തിരിയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ശ്രീ ലേണിംഗ് ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തവരെല്ലാവർക്കും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 14ാമത്തെ ചോദ്യം, പരീക്ഷയിൽ തോറ്റ ഒരു കുട്ടി പറയുന്നത് താൻ മാത്രമല്ല മറ്റു പല കുട്ടികളും തോറ്റു പോയിട്ടുണ്ട് എന്നാണ്. ഏതു തരം സമായോജന ക്രിയാതന്ത്രമാണ് ഇത്? ഏതാണ്? പ്രക്ഷേപണമാണ് അല്ലെ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന പഴമൊഴി, ഒരവിടെ തീർക്കാൻ പറ്റാത്ത ദേഷ്യം എന്ത് ചെയ്യാണ്, മറ്റൊരു ഭാഗത്തേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ. അങ്ങാടിയിൽ പോയി ആ ദേഷ്യം കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, അത് അമ്മയിലേക്ക് തീർത്തു കഴിക്കുകയാണ് അല്ലെ. ഡിസ്പ്ലേസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരു ഭാഗത്തു നിന്ന് പകരം മറ്റൊരു ഭാഗത്തേക്ക് ആ ദേഷ്യത്തെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തു, അതാണ് പ്രതിസ്ഥാപനം, മറ്റൊരു ഭാഗത്തേക്ക് സ്ഥാപിക്കുന്നത്. കുട്ടിക്കാലത്തെ വേദനാജനകമായ അനുഭവങ്ങളൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് നന്നായി പഠിച്ച് വിജയിക്കുവാൻ അരുണിന് സാധിച്ചു. ഇവിടെ അരുൺ സ്വീകരിച്ച സമായോജന ക്രിയാതന്ത്രം ഏതാണ്? നമുക്ക് വേദനാജനകമായ അനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് അടിച്ചമർത്തുന്ന ആ പ്രക്രിയയെ നമ്മൾ ഏതാണ് പറഞ്ഞത്? ധമനം എന്ന് പറഞ്ഞു അല്ലെ. ഏതാണ്? ധമനം. വേദനാജനകമായ അനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളിയിടുന്ന പ്രക്രിയയാണ് ഏത്? ധമനം. ഹെഡ് മാസ്റ്റർ അധ്യാപകനെ ശാസിച്ചു. അധ്യാപകൻ അതിന്റെ ദേഷ്യം തീർക്കുന്നത് കുട്ടികളോടാണെന്ന് കരുതുക. ഇവിടെ അധ്യാപകൻ സ്വീകരിക്കുന്നത് എന്താണ്? ഒരു ഭാഗത്തുനിന്ന് തീർക്കാൻ പറ്റാത്ത ദേഷ്യം, ആ ദേഷ്യത്തിന്റെ എഫക്ട് എന്ത് ചെയ്യുന്നു, മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് പ്രതിസ്ഥാപിക്കുന്നു, അതാണ് പ്രതിസ്ഥാപനം എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം, തെറ്റുപറ്റിയത് ഏറ്റുപറയണമെന്നുണ്ട്, എന്നാൽ ശിക്ഷയെക്കുറിച്ച് ഭയമുണ്ട് താനും. ഏതുതരം വ്യവഹാര സംഘട്ടനമാണ് ഇവിടെ നടക്കുന്നത്? ഏതാണ്? സ്വീകരിക്കൽ ഒഴിവാക്കൽ സംഘർഷം അഥവാ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. 20ാമത്തെ ചോദ്യം, അനിൽ പഠിക്കാൻ പിറകിലാണ് എന്നാൽ സ്കൂൾ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആണ്. അനിൽ ഇവിടെ സ്വീകരിക്കുന്ന തന്ത്രം ഏതാണ്? ഒരു ഭാഗത്തുള്ള ഫെയിലിയർ മറ്റൊരു ഭാഗത്തെ സക്സസിലൂടെ എന്ത് ചെയ്യുന്നു, അവിടെ പൂരണം ചെയ്യപ്പെടുന്നു അല്ലെ. അതാണ് പ്രതിപൂരണം. അടുത്ത ചോദ്യം, ചില കുട്ടികൾ സിനിമാ നടന്മാരെ അനുകരിക്കുന്നു. നടത്തത്തിലും സംസാര ഭാഷയിലും ശരീരഭാഷയിലും നടന്മാരുടെ ശൈലികൾ സ്വീകരിക്കുന്നു. ഏതുതരം സമായോജന തന്ത്രമാണ് ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഏതാണ്? താദാത്മീകരണമാണ്. ഏതാണ്? താദാത്മീകരണം. അടുത്തത്, പഠനത്തിലെ ഇടവേളകൾക്കിടയിൽ എല്ലാ കുട്ടികളോടും അധ്യാപകൻ സ്കൂൾ പൂന്തോട്ടത്തിലെ ചെടികളെയും പൂക്കളെയും നിരീക്ഷിച്ചു വരാൻ ആവശ്യപ്പെട്ടു. എല്ലാ കുട്ടികളും പോയപ്പോഴും അരുൺ അധ്യാപകൻ പറഞ്ഞത് കേട്ടില്ലെന്ന് നടിച്ചു. ഓക്കെ, ക്ലാസ്സിൽ തന്നെ ഇരുന്ന് ഏതുതരം ക്രിയാതന്ത്രമാണ് ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണത്? നിഷേധമാണ്. ഓക്കെ, നമ്മുടെ LP-UP മാത്രമല്ല കേട്ടറ്റിന്റെയും പുതിയ ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഓഫറോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാം കേട്ടോ. ഏറ്റവും കൂടുതൽ വിജയമുള്ളടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ചെറിയൊരു ഫീസിൽ തന്നെ ഇപ്പൊ ജോയിൻ ചെയ്ത് പഠിക്കാം. കഴിഞ്ഞ 11 കേട്ടറ്റിലായി 10,000-ലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, വീട്ടിൽ പുതിയതായി ഒരു കുട്ടി പിറന്നപ്പോൾ സ്വാഭാവികമായും രക്ഷിതാക്കളുടെ ശ്രദ്ധ മൂത്ത കുട്ടിയിൽ നിന്നും അല്പമായും പുതിയതായി വന്ന കുട്ടിയിലേക്ക് മാറി. അപ്പോൾ കൂടുതൽ സ്നേഹം പിടിച്ചു പറ്റാൻ മൂത്ത കുട്ടി ചെറിയ കുട്ടിയെ പോലെ അഭിനയിക്കാൻ തുടങ്ങി അല്ലെ. കുട്ടികൾ കൈ വായിലിടുന്ന പോലെ കാണിക്കും, കൊഞ്ചല് കൂടും, കുറെ കൂടെ വാശി വരും. വലിയ കുട്ടികൾക്ക് ചെറിയൊരു കുട്ടി വന്നു കഴിയുമ്പോൾ അല്ലെ, അവർക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അത് ഏതിനാണ് ഉദാഹരണം എന്നാണ് ചോദിക്കുന്നത്. അത് പശ്ചാത്ഗമനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വീരാരാധന എന്നത് ഏതുതരം ക്രിയാതന്ത്രമാണ്? വീരാരാധന അല്ലെ, മറ്റുള്ളവർ ഒരു സൂപ്പർ ഹീറോസിനെ കുറിച്ചൊക്കെ ഇഷ്ടം തോന്നുന്നത് ഏതൊക്കെയാണ്? താദാത്മീകരണമാണ്. താഴെ പറയുന്നവയിൽ സൃഷ്ടിപരമായ ക്രിയാതന്ത്രം ക്രിയേറ്റീവ് അഡ്ജസ്റ്റ്മെന്റ് ഏതാണ്? ഉദാത്തീകരണമാണ്. താഴെ പറയുന്നവയിൽ നല്ല സമായോജനത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? സ്വന്തം ശക്തിയെയും ദൗർബല്യത്തെയും തിരിച്ചറിയുക, അഭിലാഷ സ്ഥലം എത്തിപ്പിടിക്കാവുന്ന തലത്തിൽ മാത്രം നിശ്ചയിക്കുക, മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുക, അസുഖകരമായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക അല്ലെ. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. താഴെ പറയുന്നവയിൽ സമായോജനത്തെ സഹായിക്കുന്നത് ആകാംക്ഷ, കുറ്റബോധം, രോഗാതുരഭയം, ആനന്ദം. താഴെ പറയുന്നവയിൽ സമായോജനത്തെ സഹായിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആനന്ദം. 2 വിരുദ്ധ ആഗ്രഹങ്ങൾ വ്യക്തിയിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുന്നത് അറിയപ്പെടുന്നത് ഏതാണ്? സംഘർഷമാണ് അല്ലെ. കുട്ടികളിൽ കണ്ടുവരുന്ന ദുശാഠ്യം എന്നത് അറിയപ്പെടുന്നത് അഹം കേന്ദ്രീകൃതം അല്ലെ. ഏതാണ്? കുട്ടികളിൽ കണ്ടുവരുന്ന ദുശാഠ്യം അറിയപ്പെടുന്നത് അഹം കേന്ദ്രീകൃതമാണ്. പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഭാഗം അല്ലെ. പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടെങ്കിൽ അത് ഒട്ടകപക്ഷി മനോഭാവമാണ്. ഓക്കെ, അപ്പൊ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എത്ര ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തു?
30 ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ പഠിച്ചല്ലേ. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഈ ഭാഗത്തു നിന്നും എന്താണെങ്കിലും 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ സെഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്തൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.